എന്താ പറയാൻ സാറേ? അല്ല, ഇന്ന് ഞായറാഴ്ചല്ലേ, പണിയൊന്നുമില്ല, പണിക്കാർക്ക് ലീവാ. വന്നിരുന്നു മൊയ്ത് വന്നിരുന്നു. ആ ഓ, വളരെ സന്തോഷം. തേക്കും പ്ലാവുമാണ് വേണ്ടത്, ഒക്കെ കൊടുത്തു ഞാൻ. എന്തോ ഒരു 4 കെട്ട് മോഡലില് വീട് മുഴുവൻ മരം കൊണ്ട് ചെയ്യണമെന്നും പറഞ്ഞ് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. അതുണ്ടാവും. സന്തോഷം. ശരി. ടയറൊക്കെ മാറ്റാറായി. ഈ സുഗതൻ എന്ന് പറഞ്ഞാള് ഞാനാണ്. അല്ല, ഞാൻ ഒരു മരത്തിന്റെ കാര്യത്തിലാണ്. അയ്യോ, അതിപ്പോ ഇന്ന് വന്നാ നടക്കൂല. ഞായറാഴ്ചയല്ലേ, നാളെ വന്നാ തരായിരുന്നു. ആ ഡിപ്പോയിലെ പാരിജാൻ സാറ് പറഞ്ഞിട്ട് വരിക. പാരിജാൻ സാറ് പറഞ്ഞ? അതെ, പാരിജാൻ. എന്താ പേരെന്താ പറഞ്ഞു? എന്റെ പേര് രാഘവൻ. രാഘവട്ടാ, നമുക്കേ ഓഫീസിലിരുന്ന് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഞാൻ ചാവി എടുത്തില്ല. അതാ. വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. ഒന്നും കാര്യമില്ല. എന്ത് മരാ പറഞ്ഞേ? ആഞ്ഞലി വേണം. അമേരിക്കയിലുള്ള ശീതളം എന്ന് പറഞ്ഞ ഒരാളെ അപ്പൊ ലീവിനോടെ വന്നിരുന്നു. അപ്പൊ അയാളുടെ 1 ഏക്കർ സ്ഥലത്തുള്ള ആഞ്ഞിലിമരം മുഴുവൻ ചുളിവ് വിലക്ക് ഞാൻ ഇപ്പൊ എടുത്തുള്ളൂ. കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ അത് കിട്ടില്ല. ഡിപ്പോന്ന് പാരിയാൻ സാർ പറഞ്ഞു, അവിടെ കിട്ടുന്ന വിലയേക്കാളും കുറഞ്ഞ പൈസക്ക് നല്ല മരവും ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് വന്നത്. അതെന്താ അറിയോ? ഈ പാരിജാൻ സാർ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഈ പാവങ്ങളെ പറ്റിക്കുന്ന മൂപ്പർക്ക് ഇഷ്ടമല്ല. വേണമെങ്കിൽ ഇപ്പൊ പാരിജാൻ സാറിന് ആ ഡിപ്പോലത്തെ മരങ്ങള് അപ്പൊ അവര് പറയണ അധിക വിലക്ക് വേണമെങ്കിൽ രാഘവന്റെ തലയിൽ കെട്ടിവെക്കാം. അത് പഴയ മരങ്ങളാണ്, അത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന തൊലഞ്ഞുപോലെ. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് നല്ല മരങ്ങൾ അതിലും വില കുറഞ്ഞ് ഞാൻ കൊടുക്കണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ അടുത്തേക്ക് വിട്ടത്. അപ്പൊ നല്ല മരം വേണം, എനിക്ക് കുറെ അധികം വേണം. നാളെ രാവിലെ വന്നിട്ട് നമുക്ക് അളക്കാം. ആയിക്കോട്ടെ. എന്നിട്ട് നാളെ തന്നെ ഇവിടെ തന്നെ പിടിച്ചിട്ട് പോകാം. സൈസാക്കിട്ട് പോവാം. അപ്പൊ എന്നാ രാവിലെ വന്നാൽ ശരി. ഞാൻ ഇവിടെ ഉണ്ടാവും. ഇല്ലാത്ത പൈസ എടുത്തിട്ടാണ് സത്യേട്ട മരം മേടിച്ചിട്ടത്. പൊരുത്തം മേണിക്കാനും വരുന്നില്ല. തറവാട് കൊടുക്കേണ്ടി വരും. ഇപ്പം അതിന് പോലും പൈസ ഇല്ല. സത്യേട്ടൻ എവിടെ? എവിടെ? ഇവിടെ ഇല്ലേ? 2 ദിവസമായിട്ട് കാണുന്നില്ല. അയ്യോ, 2 ദിവസമായിട്ട് എനക്കും ഒരു അറിയില്ല. അപ്പൊ പിന്നെ വിളിച്ചില്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും 2 ദിവസമായിട്ട്. ഫോണിൽ പോകുന്നില്ല. ഇതിപ്പോ പറയാതെ ഞാൻ എവിടെ പോയി ഇനി അന്വേഷിക്കും? ഇവിടെ പകർന്നിപ്പോ ഞാൻ ഇപ്പൊ ഒരു കാര്യം, ടെൻഷൻ അടിക്കണ്ട, വേവിലാതെ വേണ്ട, പുറത്തൊന്നും ഇപ്പൊ ആരോടും പറയണ്ട. എന്ത് കടലാസാറ്റ് എഴുതി വെച്ചില്ല, കത്താറ്റം. എന്ത് വർത്താനമാണോ നീ പറയണത്? ഉണ്ടാ? ഇല്ലടോ. ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ താനൊന്ന് പോയി അന്വേഷിക്കേ. അതാ ഞാൻ അന്വേഷിക്കും. ഞാൻ എവിടെ ഉണ്ടല്ലോ. ചേച്ചി ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോ. എന്തെങ്കിലും വിവരം കിട്ടിയ അപ്പൊ തന്നെ എന്നെ വിളിക്കോ? എന്ത് വിവരം കിട്ടിയ ഞാൻ വീട്ടിലേക്ക് വന്ന് പറഞ്ഞോളൂ. ഞാൻ ഇവിടെ ഇല്ലേ? ഉറപ്പല്ലേ? പോയിക്കോ. അയ്യോ ചേച്ചി, ആ സെക്യൂരിറ്റിക്കാർ എന്തെങ്കിലും ചോദിച്ചാല് സത്യേട്ടനെ കാണാണ്ടായ കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ മരം നോക്കാൻ വന്നിനീന്ന് പറഞ്ഞാൽ മതി. പോയിക്കോ. ഒന്ന് വിളിച്ചു നോക്കണേ. ഞാൻ നോക്കുന്നുണ്ട് ചേച്ചി. പോ. മരം ഈ തടി നോക്കാൻ വേണ്ടിട്ടേ. തടി നോക്കാനാ? തടി നോക്കാൻ വന്ന ഇതെങ്ങനെ അങ്ങോട്ട് പോയി? ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ ഇല്ലായിരുന്നോ? എന്നെ പിന്നെ എന്നോട് പറയണ്ടേ പോകുമ്പോ അങ്ങോട്ട്? അല്ല, ഞാനോർത്ത് ശല്യപ്പെടുത്തണ്ടെന്നോർത്ത്. അങ്ങനല്ല, ഇവിടെ ഇപ്പൊ ഇതിനകത്ത് ആര് പോയി വരെയും ചെയ്യാനും ഞാൻ അറിയണം. ഞാൻ അറിയാണ്ട് ഇതിനകത്ത് ആരും പോകാൻ പാടില്ല. ഇനി വരുമ്പോ ചോദിക്കാം. എന്നാ ശരി. അതല്ല, നിക്ക് തടി നോക്കാൻ വന്നതല്ലേ? അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാല്, തടി നോക്കാൻ ഇതിനകത്ത് ആര് വന്നാലും പേരും വിവരവും ഒക്കെ നമ്മൾ അറിയണം. അതെന്തിനാ? കള്ളന്മാരെ ശല്യമില്ലേ? എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ സമാധാനം പറയേണ്ടി വരും. അതിന് ഇവിടെ തടിയല്ലേ ഉള്ളൂ. തടിയല്ലേ ഉള്ളൂ? തടി ഇപ്പൊ ആവശ്യമുള്ളതുണ്ടല്ലോ നിങ്ങൾ വന്നേ തടി നോക്കാൻ. അതുപോലെ തടി ആവശ്യക്കാരുണ്ട്, അവർ തടി എടുത്തോണ്ട് പോകും, പിന്നെ എൻ്റെ തടി കേടാവും. അപ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സ് വേണം. പേര് ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ. മണ്ടോദരി. ഒന്ന് എഴുതിയേ.
എഴുതിക്കോ ഞാൻ അല്ല ഇത് നിങ്ങളാണ് എഴുതേണ്ടത്, നിങ്ങളെ കൈപ്പടയിൽ എഴുതണം. ഞാൻ എഴുതിയാൽ ശരിയാവില്ല അത്. ഫോൺ നമ്പർ ഇവിടെ. ശരി. മണ്ടോതിരിക്ക് ഈ ഉണ്ടായാണ് എനിക്ക് എന്ത് സംശയം ഉണ്ടായെന്നാണ്. മണ്ടോതിരി ഉണ്ടാ എന്ത് പേരത്? അച്ഛാ, അതെ ഞാനൊരു ലേശം പൈസേൻ്റെ അറേഞ്ച്മെൻറ്റിന് വേണ്ടി പോയതാണേ. അതെ, എൻ്റെ കൂടെ അവിടെ ഗൾഫിലുണ്ടായിരുന്ന ഒരു മുരുകദാസുണ്ടേ. ഇവിടെ ഈ നാട്ടുകാരോട് ചോദിക്കണേക്കാട്ടിലും ഭേദമാണ് അവനോട് ചോദിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. ഞാൻ അവളെ വിളിച്ചാൽ എടുക്കണ്ടേ, ഫോൺ എടുക്കില്ലല്ലോ, കയ്യിലുണ്ടെങ്കിലും എടുക്കില്ല അവള്. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വന്ന സമയത്ത് ഒരു പൊട്ടലും ചീറ്റിലുണ്ടായി, അത്രേ ഉള്ളൂ. ഇല്ല, മരം പിടിച്ചതൊക്കെ അത് അതേപോലെ കിടക്കാണ്, കച്ചവടമൊന്നും ആയില്ല. എന്താ കാട്ടുക, നോക്കാം. ശരിയപ്പോ വരണ്ട് ആയിക്കോട്ടെ. നിന്റെ അച്ഛൻ, നിന്റെ അച്ഛനാ വിളിച്ചതെന്ന്. അത് കുറച്ച് മാറ്റി പറഞ്ഞ എന്താ? പിന്നെ ഇന്ന് എന്തായാലും വൈകുന്നേരം അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ. തുടങ്ങി വഴിപാടുകൾ ചെയ്യണമെന്ന്. അത് നീ പോയി ചെയ്തോ? ഞാൻ പോയി ചെയ്താ പോരാ. 2 ദിവസം നിങ്ങൾ എന്നെ തീ തിരിച്ചതാ. ഒന്നും പറയാതെ അങ്ങ് പോയതല്ലേ. നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ നടന്നാ. നമുക്കൊന്ന് പോണോന്ന് വൈകി. എന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി വഴിപാടോ? ആഹാ, ഇന്ന് എന്തായാലും പോയി ചെയ്തേ പറ്റും. എന്ത് വഴിപാടാ നീ ചെയ്ത്? 2-3 വഴിപാടുണ്ട്. എന്റെ അമ്മ എത്ര ഉറുപ്പിക ചെലവാകും? നിങ്ങൾ എന്താ ഈ പൈസയുടെ കണക്ക് പറയണേ? വേണ്ടത് നിങ്ങൾക്ക് ഇത് തന്നെ കുഴപ്പം. ഞാൻ പറയണ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേൾക്കോ? ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, അതാണ് നിങ്ങളുടെ കുഴപ്പം. ഈ മരം തടിയെന്നും പറഞ്ഞ ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ വേണ്ട വേണ്ട വേണ്ട. ഫോൺ അടിക്കുന്ന കേട്ടില്ല നീ? നിന്റെ ചെവി എന്താ ഇഞ്ചി കൂടാണ്? കാര്യം പറയുമ്പോ ഫോൺ അടിച്ചിട്ട് എന്താ കാര്യം? ഇതന്നെ ഞാൻ വിളിക്കുമ്പോൾ എടുക്കാത്ത എങ്ങനെ? ഹലോ ഹലോ ഹലോ, മണ്ടോതിരി മേഡല്ലേ? മണ്ടോതിരി മേഡോ? മേഡോ നീയോ ഇടവാണോ? ഹലോ, ഞാനേ സുഗതനാണ്, തടിമില്ല് നടത്തുന്ന സുഗതൻ. ഇന്നലെ മാഡം ഫോറസ്റ്റിന്റെ ഡിപ്പോയിൽ പോയി എന്നറിഞ്ഞു മരം നോക്കാൻ. അതെ. അവിടുന്ന് കിട്ടണേക്കാൾ ലാഭത്തില് തടി വേണമെങ്കിലേ എന്റെ മില്ലിൽ വന്നാ മതി, ഞാൻ ഇവിടുന്ന് തരാം. നാളെ വരാം. ഇനി അഥവാ ഇവിടെ വരുമ്പോ ഞാനില്ലെങ്കിലേ തടി ഡിപ്പോയിലെ പാരിജാതൻ സാറോ മന്മഥനോ പറഞ്ഞു വിട്ടിട്ട് വന്നാണെന്ന് ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി. ആര് പറഞ്ഞു വിട്ടാന്ന്? തടി ഡിപ്പോയിലെ പാരിജാതൻ സാറോ മന്മഥനോ പറഞ്ഞു വിട്ടതാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞാൽ മതി. ശരി 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 ശരി. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോന്ന്? എനിക്കെന്താ മനസ്സിലാവണെന്ന്? ഇത് തന്നെ നിങ്ങളുടെ കുഴപ്പം. മനുഷ്യൻ നിങ്ങളെ ചതിക്കണമെന്ന് അവര്. അത് മനസ്സിലായി. എന്റെ അത് മനസ്സിലായി. ഇതിപ്പോ എന്റെ നമ്പറും പേരും എങ്ങനെ അയാൾക്ക് കിട്ടിയത്? അങ്ങനെ കിട്ടി. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് ആ തടിയിൽ പോയി ചെന്നില്ലേ, അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തടി നോക്കാൻ വന്നതാണെന്ന്. അപ്പൊ തന്നെ അയാൾ എന്റെ നമ്പറും പേരും ഒക്കെ മേടിച്ചു വെച്ചു. അയാളോട് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് അയാൾ വിളിച്ച് സുഗതനോട് പറഞ്ഞു. സുഗതൻ നിന്നെ വിളിച്ചത്? ഞാൻ തടി മേടിക്കാൻ ചെന്നല്ലേ അവര് വിചാരിച്ചേക്കുന്നേ. നമ്മൾ ലേലം പിടിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നാണല്ലോ പറഞ്ഞത്. ഇതാ പറയണ നിങ്ങൾ പൊട്ടലാന്ന്. എന്റെ പൊന്നു മനുഷ്യ, എന്തോരം പേര് നിങ്ങളുടെ തടി നോക്കാൻ വേണ്ടി വന്നു. ഒരാൾ ഇതുവരെ ഒരു തടി മേടിച്ചോ? എന്തുകൊണ്ടാ? അപ്പൊ തന്നെ ഇവര് വിളിച്ച് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ആൾക്കാർ തടി മേടിക്കാൻ നടപ്പുണ്ട്, സുഗത വേണമെങ്കിൽ നിങ്ങളുടെ തടി വിറ്റോളാൻ. ഇപ്പോഴെങ്കിലും പിടികിട്ടുന്നുണ്ടോ?